ഇപ്പോൾ ക്ലാസ് ടീച്ചറും വന്ന് ടെസ്റ്റ് പേപ്പർ നടത്തും. അപ്പോഴാണ് സാക്ഷിക്കൊന്നും അറിയാതെ അടുത്തിരിക്കുന്ന ലീലയുടെ ഫ്രണ്ടിന്റെ പേപ്പർ നോക്കി എഴുതാൻ നോക്കും. അതേപോലെ ഷെങ്ങും ഇവളുടെ കൂടെ തന്നെ അവളെ നോക്കി കോപ്പി അടിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ ക്ലാസ്സിലെ ഏറ്റവും പഠിക്കാത്ത മൂന്നുപേര് ആരാന്ന് വെച്ചാൽ ഇവര് മൂന്നുപേരാണ്. അങ്ങനെ അതുപോലെ അറിയാതെ സാക്ഷിയും ഷെന്നും കൂടെ ഇവർക്ക് തൊട്ടു മുമ്പിലുള്ള ലീലയുടെ കൂട്ടുകാരുടെ പേപ്പർ നോക്കി എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ അവള് പാവം ഷോ കാണിക്കാൻ വേണ്ടി വാരി കൂട്ടി ചുമ്മാ ABCD പറഞ്ഞ് അവളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഇതറിയാതെ ഷെന്നും കോപ്പി അടിച്ചിട്ട് യെസ് നമ്മൾ പാസ്സാവും എന്നതിന് അവന് സന്തോഷത്തി വീണ്ടും അവളെ കോപ്പി അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ ജിൻഹാനും കണ്ടിട്ട് അവന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചാട്ടി ടീച്ചറിന് പറഞ്ഞു കൊടുക്കും. അതോടെ ടീച്ചർ അവരെ നോക്കിയിട്ട് ആരാടെ പേപ്പറായിട്ട് കളിക്കുന്നത്, ആൻസർ എല്ലാം മാറ്റി കളിച്ചാല ഒക്കെ എടുത്ത് എല്ലാത്തിനും ഞാൻ പുറത്താക്കും, കോപ്പി അടിച്ച ഇമ്പോസിഷൻ ഉണ്ട് ഏതിന് ടീച്ചറും വഴക്കുറയുമ്പോഴാണ് പാര വയ്ക്കുന്നവിടെ പട്ടി എന്ന് പറഞ്ഞ് ഷെങ് ദേഷ്യപ്പെടും. അതിനേശം അവളും ബുക്ക് എടുത്ത് നോക്കി എഴുതാന്ന് പറഞ്ഞ് ഓരോ പേജ് ഇങ്ങനെ മറിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവള് പോലും ടീച്ചറിന് പേടിയില്ലാതെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതൊക്കെ കണ്ട് അടുത്തിരിക്കുന്ന ജിന്നും പേടിച്ചിട്ട് പെട്ടെന്ന് ടീച്ചറിനെ വിളിക്കും. ടീച്ചർ എനിക്കൊരു പേപ്പറാണ് ഏതിന് അവൻ പറഞ്ഞോടെ ഇവള് പേടിച്ച് കയ്യിൽ നിന്ന് ബുക്ക് തറയിലേക്ക് വീഴും. അപ്പോഴാണ് ടീച്ചർ അടുത്തേക്ക് വന്നിട്ട് സാക്ഷി പുറത്തേക്കോ ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിക്കുന്നു എന്നിന് അവളെ പറഞ്ഞേക്കും. അപ്പോഴാണ് ഇതൊക്കെ ഷെങ്ങും കണ്ടിട്ട് കോപ്പി അടിക്കാൻ അറിയാത്തവള് നമ്മുടെ ക്ലാസ്സിന്റെ മാനം കളഞ്ഞല്ല, ഇത്രയ്ക്ക് മണ്ടത്തരാരെങ്കിലും കാണിക്കോ എന്നിന് അവനും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവനെ കണ്ട് ടീച്ചറും ഷെങ് നീ അവളോട് പുറത്തേക്കോ എന്നിന് ടീച്ചർ പറഞ്ഞോടെ അവനും ടീച്ചറെ ഞാനെന്തോ തെറ്റ് ചെയ്ത്, ഞാൻ കഷ്ടപ്പെട്ട് രാത്രി ഫുള്ളും പഠിച്ചിട്ട് നെയ്തുക, ഞാൻ നല്ല പയ്യനാ, ഞാൻ ആരെയും നോക്കി കോപ്പി അടിച്ചില്ല, എനിക്ക് നീതി വേണം ടീച്ചർ എന്നിന് അവനും പറയുമ്പോഴാണ് ടീച്ചർ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ആൻസർ ഷീറ്റ് തൊട്ട് കാണിക്കും. മോനെ ഷെങ് ഞാൻ എങ്ങനെ നിന്നെ കണ്ടുപിടിച്ചെന്നറിയാം, പേര് പോലും നീ സ്വന്തമായിട്ട് എഴുതാതെ ബാങ്കിന് നോക്കി അതേപോലെ എഴുതി വെച്ച് നീ എന്തോലും ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായിട്ട് മാറിയോ ഏതിന് ടീച്ചർ പറയുമ്പോഴാണ് അവനും കോപ്പി അടിക്കുന്ന സ്പീഡില് ആ പൊട്ടിയുടെ പേര് ഞാൻ എഴുതി വെച്ചല്ല എന്നിന് അവനും കണ്ടുപിടിച്ചിരിക്കും. സോറി ടീച്ചറെ കുറച്ച് സ്പീഡിലാ കോപ്പി അടിച്ച്, അവിടെ ഞാൻ വിചാരിച്ച അതും ആൻസർ ആയിരിക്കും എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും എടാ മണ്ട നീ എന്തിനാ എന്നെ കോപ്പി അടിച്ച, ഞാൻ ABCD ഇട്ട് കളിക്കുമായിരുന്നടാ മണ്ടി, ആദ്യമേ പറയണ്ടേ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത്, ഇതിന് ഞാൻ തന്നെ അറ്റിസിറ്റി ഇട്ട് കളിച്ചേനെ എന്നിന് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനേശം ഇവരുടെ പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് ജിൻഹാന് പരീക്ഷ എഴുതിയിട്ട് അവൻ പുറത്തേക്ക് പോകും. ഇത് കണ്ട് ഷെങ്ങും എടാ നിക്കടാ എന്തുവാ ക്ലാസ്സിൽ കാണിച്ചേ, പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടാട്ടി ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുന്നു ദ്രോഹി എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവനും ഞാൻ പേപ്പർ ആട്ടില്ലെങ്കിൽ നീ അങ്ങ് എഴുതി തകർക്കത്തില്ല പോടാ ഇറങ്ങി എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പം ഇത് കേട്ട് ഷെങ്ങും ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് അവളും യൂഷങ് നീ എന്തിന് അവനായിട്ട് വഴക്കുണ്ടാക്കുന്നത്, എന്റെ പൊന്നു മോളെ അവനായിട്ടൊന്നും സംസാരിക്കും പോലും അനുവദിക്കത്തില്ല, ഇത്രയ്ക്കും വലിയ ഫാനാ കിങ്കോങ്, നീ ജനിച്ച പോലെ മണ്ടബുദ്ധിയാണോ, അവൻ നമ്മളെ ടീച്ചറിനോട് പാര വെച്ച് ഇവിടെ ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ നീയും കൂടെ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും എന്ത് മണ്ടത്തരാണോ പറയുന്നത്, നമ്മളെ തെറ്റ് ചെയ്ത് പിന്നെ അവൻ ടീച്ചറിനോട് പറയാതെ എന്ത് ചെയ്യും, ജിൻഹാൻ നല്ല പയന എന്നിന് ഇവരുടെ വഴക്കൂടുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ജിൻഹാൻ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വേറൊരു പെങ്കൊച്ചും വന്നിട്ട് എന്തുവാ അവര് വഴക്കൂടുന്നുണ്ട് സന്തോഷിക്കുകയാണോ കീപ് ഇറ്റ് അപ്പ് എന്നിന് അവളും പറഞ്ഞോടെ അവനും പേടിച്ച് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷെങ് അവളോട് ദേഷ്യപ്പെട്ടിട്ട് ബാത്റൂമിലേക്ക് പോകുമ്പോഴാണ് എന്തോ ഒരു വലിയ സംഭവം ഇവനെ തന്നെ നോട്ടീസ് ചെയ്യുന്ന അവൻ നോക്കും. അപ്പോഴാണ് പോറെ ആ കണ്ണാടിയുടെ പെങ്കൊച്ചിനെ കണ്ടിട്ട് ഇവളോ എങ്കിൽ പിന്നെ ഞാൻ പെടുക്കുന്നില്ല ഏതിന് അവനും തിരിച്ച് അവിടേക്കൊന്ന് നിൽക്കും. ഇത് കണ്ട് അവളും നീ ബാത്റൂമിൽ പോകാനല്ലേ പോയ പിന്നെന്തിനെ തിരിച്ചൊന്ന്, ഇല്ല കുറെ തടസ്സങ്ങളുണ്ട് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഏതിന് അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുമ്പോഴാണ് ബെല്ലടിച്ച് ഇന്റർവെൽ ഇടും. അപ്പോഴാണ് ടീച്ചർ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അടുത്ത വർഷം നിങ്ങൾ കോളേജിൽ പോകാൻ പോവാ, ഇനിയും പഠിക്കാൻ പ്ലാൻ ഇല്ല അല്ലേ, കോപ്പി അടിച്ച് എങ്ങനെ പാസ്സാവും നോക്കുന്നു, ഈ ടെസ്റ്റ് പേപ്പർ അങ്ങനെ പാസ്സായിട്ട് നിങ്ങൾക്ക് എന്തോ കിട്ടാമെന്ന്, നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത് പരീക്ഷയല്ല നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിനെയും നിങ്ങളെ വിശ്വസിക്കുന്ന പാരന്റ്സിനെയോ ഏതിന് ടീച്ചർ ആയി പറയുമ്പോഴാണ് ഷെങ്ങും പേടിച്ചിട്ട് ടീച്ചർ അവിടെ ഒന്നും തൊടല്ലേ എനിക്ക് ഇക്കിളിയാവുന്നു എന്നിന് അവൻ പറയുമ്പോഴാണ് ടീച്ചറും എന്തായാലും രണ്ടുപേരും കൂടെ നല്ലോണം ആലോചിക്ക്, കോളേജ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ വല്ലതും പഠിക്കണം എന്നിന് ടീച്ചറും പോയതോടെ ഷെങ്ങും കളിയാക്കാൻ തുടങ്ങും. എനിക്ക് പഠിക്കാൻ അറിയാം ഒന്ന് പോയി തരാവോ എന്നിന് അവൻ ആക്ഷൻ കാണിക്കുമ്പോ തന്നെ ടീച്ചർ തിരിഞ്ഞു നോക്കും. അതോടെ ഇവനും പേടിച്ച് ഷെടാ കണ്ടോ എന്നിന് ടീച്ചറും പോയ ശേഷം വീണ്ടും അവനാക്കും ഒന്ന് പോ നല്ല ഗമയാണല്ലോ തിരിഞ്ഞു നോക്കിയ ഞാനെന്തോ പേടിക്കോ എന്നിന് അവന് തിരിച്ച് ക്ലാസ്സിലേക്ക് പോകും. ആ കിങ്കോങ് വാ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം വിശന്നിട്ട് വയ്യ എന്നിന് അവരുടെ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അവിടേക്ക് ലീലയും വന്നിട്ട് എടാ യൂഷങ് എന്തായാലും നീ കോപ്പി അടിച്ചല്ലേ, നല്ല പഠിക്കുന്ന ആളെ നോക്കി കോപ്പി അടിച്ചോടെ, ഇവളൊക്കെ നോക്കി എന്തിനാ കോപ്പി അടിച്ച്, നിനക്ക് അതിനു പോലും ബുദ്ധിയില്ല ഏതിന് അവൾ പറയുമ്പോഴാണ് ഇവനും സുന്ദരിക്കുട്ടി ഞാൻ നിന്നെ ഒന്നല്ലല്ലോ കോപ്പി അടിച്ചേ, ഒന്ന് മിണ്ടാതെ പോകാവോ, ഞാൻ അങ്ങനെ മിണ്ടാതൊന്നും പോകത്തില്ല, നീ കോപ്പി അടിച്ചോണ്ട് എനിക്ക് പരീക്ഷ ചെയ്തുള്ള മൂഡ് പോയി അതിന് നീ എന്തോ പറയുന്നു എന്നിന് ഇവള് വഴക്കുണ്ടാക്കുമ്പോഴാണ് അവനും ഡീ ഞാൻ പെണ്ണുങ്ങളെ അടിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കല്ലേ, അവിടെ നിന്ന് കസേര എടുത്ത് ഒറ്റ അടി വെച്ചങ്ങ് തരുവേ എന്നിന് ഇവരുടെ വഴക്കുടുമ്പോ തന്നെ ഇനി ഇവിടുന്ന സീനാന്ന് പറഞ്ഞ് ഷാങ്ഷി നൈസിനെ അങ്ങ് മുങ്ങും. അതിനേശം അവളും കാനയിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം ജിൻഹാൻ അപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇത് കണ്ട് അവളും ജിൻഹാൻ നീ പരീക്ഷ അപ്പോഴേ എഴുതിയല്ല പിന്നെന്തിന് ഇപ്പൊ കഴിക്കാൻ വരുന്നത്, നേരത്തെ കഴിച്ചുകൂടായിരുന്നു എന്നിന് ഇവള് കഴിക്കും. അപ്പോഴാണ് അവനും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പകുതി മുക്കാലും തീർന്നാണ്. ഇത് കണ്ട് അവളും നേരത്തെ വരണം കേട്ടോ, ഇങ്ങനെ താമസിച്ചെന്നാ ഒന്നും കിട്ടത്തില്ല, ഞാൻ എന്തേലൊക്കെ ഉണ്ടോ നോക്കട്ട് എന്നിന് അവള് നോക്കുമ്പോൾ 4 ചിക്കൻ പീസാണ്. ഇതോടെ അവള് സന്തോഷത്തി ഭാഗ്യം എനിക്ക് വേണ്ടി 4 പീസ് കിടക്കുന്നു ഇന്ന് അടിച്ചുവാരി കഴിക്കണം എന്നിന് അവള് സന്തോഷത്തിരിക്കുമ്പോഴാണ് അവൻ ഇത് കേട്ട് ആ ചിക്കൻ
ചിക്കൻ പീസ് ഒരെണ്ണം വാങ്ങിക്കും. അപ്പനാണ് അവളും പോട്ട് ഒരെണ്ണല്ലേ പോയുള്ളു, ഇനി 3 ഉണ്ട്, അത് ഫുള്ള് ഞാൻ വാങ്ങിക്കാൻ പോവാ. എന്നിന് അവൾ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ട അവനും എങ്കിൽ പിന്നെ അത് ഫുള്ള് ഇവനെ തന്നെ തരുവാൻ ചോദിക്കും. അതോടെ അവള് മൊത്തത്തിൽ ഷോക്കാവും, നാണമില്ലാത്തവനെ. എന്നിന് അവള് ഷോക്കായി അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് അവൻ ആ 4 പീസ് എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അതിനേശം ഇവളും ഇഷ്ടപ്പെടാത്തൊരു സൂപ്പ് വാങ്ങിച്ച് ഇവന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് അവൻ ഇവളെ കണ്ട് സുഖിച്ച ചിക്കൻ പീസ് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും അവളുടെ പാത്രം കണ്ടിട്ട് ഷേ എന്റെ ചിക്കൻ പീസ് പോയി എന്നിന് അവള് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അവസാനം ഷെങ് ആഗ്രഹിച്ച പോലെ എല്ലാരും PT ക്ലാസ്സിന് പോകുമ്പോഴാണ് സാർ ഇന്നെല്ലാവർക്കും ഫിസിക്കൽ ടെസ്റ്റ് നടത്താൻ പോകാൻ പറയും. എങ്കിൽ പിന്നെ ആദ്യം നമുക്ക് എപ്പോഴും തുടങ്ങുന്ന പോലെ വാമപ്പിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യൂഷങ് സാർ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഏറ്റ് വാമപ്പൊക്കെ, സാർ പോയിക്കോ എന്നിന് ഇവൻ എല്ലാവർക്കും പഠിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജിൻഹാൻ ഇത് കണ്ട് മൈൻഡ് ചെയ്ത് അവൻ അവിടെ നിന്ന് പോകും. ഇത് കണ്ട് ഷെങ്ങും ചിരിച്ചിട്ട് പോടാ പോ, എനിക്ക് അപ്പോഴേ അറിയാം നിനക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാന്ന് എന്നിന് അവനും നോക്കിക്കൊണ്ട് ഇവരെല്ലാം എക്സസൈസ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഷാങ്ഷി എക്സസൈസ് ചെയ്തോണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജിൻഹാൻ ഇരിക്കുന്നതാണെന്നത്. ഇത് കണ്ട് ഇവള് ഷോക്കായി, അയ്യോ ഇവനെന്തോ അവിടെ ചെന്നിരിക്കുന്നത്, നമ്മൾ ചെയ്യുന്നതെല്ലാം കണ്ട് അവൻ കളിയാക്കുവോ എന്നിട്ട് അവൾ ആ പേടിയിൽ തന്നെ എക്സസൈസ് ഒക്കെ തെറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും ഓ എല്ലാത്തിലും ഇവള് വെറൈറ്റി ആണല്ലോ, എന്തോ ഒരു പ്രത്യേകതര ജീവിയാന്നാ തോന്നുന്നു എന്നിട്ട് അവൻ അതൊക്കെ കണ്ടോണ്ടിരിക്കും. അതിനുശേഷം എല്ലാരും കൂടെ ലോങ് ജമ്പ് ചെയ്യുമ്പോഴാണ് ഷെങ് അവിടെ നിൽക്കുന്നുണ്ട്. അവന്റെ കൂട്ടുകാരന്മാരൊക്കെ എക്സൈറ്റ് ആയി നോക്കും, എടാ ബോസ് എത്തിയടാ, ബോസിന്റെ റെക്കോർഡ് ആരെ പൊട്ടിക്കുന്നതെന്ന് നോക്കാം എന്നിട്ട് അവന്മാര് നോക്കുമ്പോ തന്നെ അവൻ ചാടി അങ്ങേ അറ്റത്ത് ചെന്ന് നിൽക്കും. ഇത് കണ്ട് സാറ് തന്നെ ഷോക്കായി പോകും, എടാ കൊള്ളാടാ യൂഷങ്, നീ ഇട്ട റെക്കോർഡ് നീ തന്നെ ബ്രേക്ക് ചെയ്തല്ലേ, കീപ് ഇറ്റ് അപ്പ് എന്നിട്ട് സാറ് പറയുമ്പോഴാണ് അവനും ഓ ഇതൊക്കെ ഒന്നില്ലെന്ന്, എത്ര മതിൽ ചാടിയിട്ടുണ്ട് ഞാനൊക്കെ എന്നിട്ട് അവനും ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരും പൊക്കി പറഞ്ഞോണ്ടിരിക്കുന്നത്, ബോസ് നിങ്ങളൊരു കലക്ക് ഇതേപോലെ ആർക്കും ചാടാൻ പറ്റത്തില്ല, വെള്ളത്തിൽ ചാടുന്ന പോലെ തോന്നിയ, അത്രയ്ക്ക് സ്മൂത്ത് ആയിരുന്നു, മതിയടാ മതി കുറെ ഓവറാക്കണ്ട എന്നിട്ട് അവനും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ബൗ എന്ന് പറഞ്ഞ് പട്ടി കളിക്കുന്ന സൗണ്ട് കേൾക്കും. ഇത് കേട്ട് ഇവന്മാർ ഷോക്കായി, ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പട്ടി കയറിയെന്ന്. ബോസ് അത് പട്ടിയല്ല, ഗേൾസ് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് ഇവരെല്ലാരും കൂടെ അവിടെ ചെന്ന് നോക്കും. അപ്പോഴാണ് ഗേൾസും ആരാ സ്ട്രോങ് എന്ന് അറിയാൻ വേണ്ടി അവരൊരു മത്സരം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ സാങ്ഷിയും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് കണ്ട് ജിൻഹാനും ഷോക്കായി, അവിടെ എന്തോ സംഭവം എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കൊന്ന് നോക്കും. അങ്ങനെ ലീലയുടെ കൂട്ടുകാരും അവളെ ചീർ ചെയ്യുന്നതൊക്കെ ലീല നോക്കിയതോടെ അവള് സൈലന്റ് ആവും. അപ്പോഴാണ് ജിൻഹാൻ ഇതൊന്ന് നോക്കിയിട്ട് എന്റെ പൊന്നോ ഇവൾക്ക് ഇത്രയും പവറോ, നീ വഴക്കുണ്ടാക്കി ഇവളെന്നെ അടിച്ചു പൊട്ടിക്കോ, കമോൺ നിന്നെ കൊണ്ട് പറ്റും എന്നിട്ട് അവന് സൈലന്റ് ആയിട്ട് ചീർ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതിനകത്ത് മാക്സിമം നിറഞ്ഞു കാണിക്കും, ഇനി ഇവൾക്ക് സ്ട്രെങ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴാണ് ഷെങ് അവിടെ കൂടി എത്തിയിട്ട് കിങ്കോങ് നീ ആള് പൊളിയാണല്ലേ, എനിക്ക് അപ്പോഴേ അറിയാം നീ ആയിരിക്കും ഇവിടെ മാസം കാണിക്കുന്നതെന്ന് എന്നിട്ട് അവനും പറയുമ്പോഴാണ് സാർ അടുത്തേക്ക് വന്നിട്ട് സാങ്ഷി അതിങ്ങി താ, ഇനി നീ നെക്കി പിടിച്ചാൽ പൊട്ടിത്തെറിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞവിടെ ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ചിരിക്കും. അതിനുശേഷം ജിൻഹാന് സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഷെങ്ങും കൊച്ചു കിങ്കോങ് ഞങ്ങൾക്കിപ്പോ റണ്ണിങ് റേസ് ഉണ്ട്, നീ വന്ന് കാണ് എന്നിട്ട് ഇവൻ വിളിക്കുമ്പോഴാണ് അവളും ഞാനെന്തോ കാണാനാ എന്നിട്ട് അവൾ ചോദിക്കും. അപ്പോഴാണ് അവന്മാരും വേറെന്തുവാ ഞങ്ങളുടെ ബോസിന്റെ ഓട്ടം, ബോസ് ആയിരിക്കും ജയിക്കുന്നത് എന്നിട്ട് അവന്മാരും പറയുമ്പോ തന്നെ അവള് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട അവന്മാരും ബോസ് അവള് നിങ്ങളെ മൈൻഡ് ചെയ്തില്ല, നമ്മൾ എന്തോ ചെയ്യണം, ഒന്നും ചെയ്യണ്ട വന്ന് ഓടറാ. അപ്പോഴാണ് ജിൻഹാനും സാങ്ഷിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത്, അവള് മണ്ടബുദ്ധിയാന്ന് ഞാൻ വിചാരിച്ച്, പക്ഷെ അവൾക്ക് ഇത്ര സ്ട്രോങ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവിടേക്ക് സാങ്ഷിയം വന്നിട്ട് അതോ ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യും അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയ എന്നിട്ട് ഇവളും വന്നോടെ ഇവനും കണ്ണുറന്ന് അവളെ നോക്കും. അടുത്ത് കാണാൻ ഇവളെ കൊള്ളാല്ലേ എന്നിട്ട് അവനും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബോധം വരുന്നത്, ഷെടാ ഇവളെ വായി നോക്കുവാണോ എന്നിട്ട് അവൻ എഴുന്നേറ്റോടെ രണ്ടുപേരുടെ തലയും കൂട്ടിമുട്ടും. അതോടെ അവന് വേദന സഹിക്കാൻ പറ്റാതെ അവളെ നോക്കിയിട്ട് അത് തല തന്നെയാണോ, ദൈവമേ എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്നിട്ട് അവനും തടയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അടുത്തേക്ക് വന്നിരുന്നിട്ട് ജിൻഹാൻ എനിക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി എന്റെ അച്ഛൻ എന്നെ കുറെ പാടുപെടുത്തിയിട്ടുണ്ട്, വീട്ടിലേക്ക് വരുന്ന വെള്ളവും ഡെലിവറി സാധനങ്ങളും മണ്ണും എല്ലാം ഞാൻ എടുത്തോണ്ട് വന്ന്, അതിന്റെ കൂടെ തന്നെ അച്ഛൻ എനിക്ക് ജുജുട്സുവും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് അവൾ ഓരോന്നേ കാണിച്ചു കിട്ടുമ്പോഴാണ് ഇത് കണ്ട് അവനും പേടിച്ചിരിക്കും. സത്യത്തിൽ നിനക്ക് ജുജുട്സു ഒക്കെ അറിയാ എന്നിട്ട് ഇവൻ ചോദിച്ചോടെ അവളും പിന്നല്ലാതെ എനിക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞ ജീവന, അന്ന് ആ കള്ളനെ ലെഫ്റ്റ് കുത്തി റൈറ്റ് അടിച്ചിട്ടില്ല, അതൊക്കെ നീ കാണണമായിരുന്നു എന്നിട്ട് അവളും പറഞ്ഞിട്ട് ചിരിക്കും. അപ്പോഴാണ് അവൻ ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ വയ്യ, നീ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും ജിൻഹാൻ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതൊരിക്കലും വേസ്റ്റ് ആവാൻ പോകുന്നില്ല, ഫ്യൂച്ചർ എപ്പോഴെങ്കിലും നമുക്കത് ഹെൽപ്പ് ആവും എന്നിട്ട് ജിൻഹാൻ ഇടയ്ക്കിടയ്ക്ക് സ്പീച്ച് പറയുന്ന ഡയലോഗൊക്കെ ഇവളെടുത്ത് പറയുമ്പോഴാണ് അവനും കുറച്ച് ഇംപ്രസ് ആയി നോക്കും. അപ്പോഴാണ് അവളും ചിരിച്ചോണ്ട് ഇത് നീ പറഞ്ഞ ഡയലോഗ് തന്നെ, ഞാൻ കോപ്പി അടിച്ചെന്നേ ഉള്ളൂ, ഇത് നിനക്ക് മാത്രം പറയാൻ ആരും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നിട്ട് അവളും ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും പറയും ജിൻഹാൻ ഞങ്ങളെക്കാളും നീയാ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഫേമസ് ആവുമോ നീ എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും നിന്നെ പോലെ എനിക്ക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ സ്ഥാനത്ത് നിൽക്കത്തില്ലായിരുന്നു, എന്റെ ലൈഫ് മൊത്തത്തിൽ മാറിയാണ് എന്നിട്ട് അവനും സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പോഴാണ് ഇവൾക്കൊന്നും മനസ്സിലാവാതെ എന്നെ പോലെയോ ഞാൻ മുമ്പ് മാക്സിമം സ്ട്രെങ്ത് കാണിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്, അത് നിന്നെ കൊണ്ടും പറ്റും, ഞാൻ നിനക്ക് ഐഡിയ ഒക്കെ പറഞ്ഞുതരാം എന്നിട്ട് അവളും പറയുന്ന
പറയുന്നിട്ട് അവനും ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവന് ചുമ വരുന്നത്. ഇത് കണ്ട അവളും ജിൻഹാൻ എന്തോ നിനക്ക് പനി പിടിച്ചോ എന്നിട്ട് അവളും അടുത്ത ക്ലാസ് തുടങ്ങിയതിനു ശേഷം അവന്റെ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കും. ജിൻഹാൻ ഇത് ഞാൻ ക്ലിനിക്കിൽ നിന്ന് എടുത്തോണ്ടെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് അവളും ക്ലാസ് ചെയ്യുന്നവരെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇന്റർവെൽ സമയത്ത് അവൾക്കൊരു സാധനം കൊടുക്കും. അതിനുശേഷം അവളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് അവന്റെ ഓട്ടോഗ്രാഫ് ഉള്ളത്. ഇത് കണ്ട് അവള് സന്തോഷത്തി ജിൻഹാൻ ഈ ഓട്ടോഗ്രാഫ് ഫുൾ എനിക്കാണോ എന്നിട്ട് അവള് ചോദിക്കും. അപ്പനാണ് അവനും ഫുള്ളും നിനക്ക് എങ്ങനെ തരും, ഒരെണ്ണം മാത്രമേ ഉള്ളൂ നിനക്ക്, ബാക്കി നമ്മുടെ ക്ലാസ് ഇരിക്കുന്ന എല്ലാവർക്കും കൊടുത്തേക്ക് എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ജിൻഹാൻ നീ തന്നെ കൊടുക്കാത്തത്, അതോ എനിക്ക് അവരായിട്ട് നല്ല പരിചയമില്ല എന്നിട്ട് അവൾ ആവശ്യമുള്ള എല്ലാവർക്കും ആ ഓട്ടോഗ്രാഫ് കൊടുത്തിട്ട് ഒരെണ്ണം അവൾക്ക് സൂക്ഷിച്ചേക്കും. ഇതൊക്കെ കണ്ട് ജിൻഹാന് സന്തോഷം വരുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഷെങ് ഇതെല്ലാം കണ്ടിട്ട് യൂസ്ലെസ് സ്റ്റുഡൻസ് വെറും ഫോട്ടോ അല്ലേ, അവൻ സ്നാക്സ് ഒന്നും അല്ലല്ലോ വാങ്ങിച്ചെന്ന് ഇത്ര ആക്രാന്തം കാണിക്കുന്നു എന്നിട്ട് അവൻ പറയുമ്പോഴാണ് സാക്ഷിയും എടാ ഷെങ് നിനക്ക് ഇഷ്ടപ്പെട്ട ബാസ്കറ്റ്ബോൾ പ്ലെയറിന്റെ ഓട്ടോഗ്രാഫ് ഇട്ട് നീ വാങ്ങിക്കത്തില്ല അതേപോലെ ഇതും എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും അതെങ്ങനെ സെയിം ആകും എന്നിട്ട് അവരുടെ വഴക്കുണ്ടാക്കുമ്പോഴാണ് ജിൻഹാനും അവൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആലോചിച്ച് സന്തോഷിച്ചിരിക്കും. അപ്പോഴാണ് അവളും ജിൻഹാൻ എനിക്ക് ഒരു ഓട്ടോഗ്രാഫും കൂടെ കിട്ടുമോ, എനിക്കൊരു ഓൺലൈൻ ഫ്രണ്ട് ഉണ്ട്, അവൾ നിന്റെ കട്ട ഫാനാ, അതുകൊണ്ട് ഒരെണ്ണം കൂടെ തരാൻ പറ്റുമോ എന്നിട്ട് ഇവളും ചോദിക്കുമ്പോൾ അവനും പറ്റത്തില്ലെന്ന് പറയും. അതോടെ അവളും വിഷമിച്ച് എങ്കിൽ പിന്നെ ഈ ഓട്ടോഗ്രാഫ് അവൾക്ക് മാത്രം കൊടുക്കാം, എനിക്ക് ഓട്ടോഗ്രാഫ് ഇട്ട ലക്കില്ല എന്നിട്ട് ഇവള് വിഷമിക്കുമ്പോഴാണ് അവനും അത് നിന്റെ ഇഷ്ടം കൊടുക്കണോ വേണ്ടതെന്ന് എന്നിട്ട് അവനും പറയും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് അവന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് സാക്ഷ്യം പുറത്തിരുന്നോണ്ട് അവന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയും. ഇതൊക്കെ ആ ബോഡി ഗാർഡ് കണ്ടിട്ട് ഇതാ മറ്റേ കൊച്ചല്ലേ നിന്നെ അടിച്ച് കമത്തിയിട്ട് ഇവള് നിന്റെ ക്ലാസ്സിലാണോ, എന്റെ ക്ലാസ് എന്ന് പറയുന്നതിന് ഭേദം എന്റെ അടുത്തിരിക്കുമെന്ന് പറയും. ഭാഗ്യത്തിന് നാളെ ക്ലാസ് ഇല്ല, നാളെ അവളെ കാണാത്തത് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നിട്ട് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ സാക്ഷിയും വീട്ടിലേക്ക് ചെന്നിട്ട് അവളുടെ ഓൺലൈൻ ഫ്രണ്ട് മെസ്സേജ് അയക്കും. എടി ഞാൻ ജിൻഹാന്റെ ഓട്ടോഗ്രാഫ് നിനക്ക് പോസ്റ്റ് അയച്ചിട്ടുണ്ട്, നിനക്ക് കിട്ടുവാണെങ്കിൽ നീ മെസ്സേജ് അയക്കണം എന്നിട്ട് ഇവളും പറയുമ്പോൾ മറ്റേ കൊച്ചും താങ്ക്സ് എന്ന് പറഞ്ഞ് സാക്ഷിക്ക് മെസ്സേജ് അയക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. You said no, 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 I said no, 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 no. You say take me home, I said don't bury me. You said no,